ഇലയിലുള്ള മുഴുവൻ സാധനം വലത് കയ്യിലെടുക്കുക. ഇലയിലൊന്നും നമുക്ക് ആവശ്യമില്ല, എല്ലാം വലത് കൈയിലേക്ക് മാറ്റുക. ഇല വേണ്ട, ഇല വെച്ച് അതിന്റെ മുകളിൽ ജലപാത്രം വെക്കുക. ജലപാത്രത്തിന്റെ അടിയിൽ പുഷ്പം വെക്കുക. ജലപാത്രം പുഷ്പത്തിന്റെ മുകളിൽ വെച്ച് വലത് ജലത്തിൽ സമർപ്പിച്ച് ജലത്തിലിടുക. ജലത്തിലിട്ട് വലത് കൈ കൊണ്ട് അടച്ചു പിടിച്ച് നമ്മള് സപ്ത നദികളുടെ സാന്നിധ്യം ഈ ജലത്തിലേക്ക് ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ച് നമ്മൾ ഏറ്റുപറയുക. ഗംഗേച യമുനേചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. അപ്പൊ ഈ പറഞ്ഞ ഗംഗ മുതലായ 7 നദികളുടെ ജലസാന്നിധ്യം നമ്മുടെ മുന്നിലുള്ള ജലപാത്രത്തിലെ ജലത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അതിനുശേഷം ആ മോതിരൊട്ട വിരലുകൊണ്ട് വെള്ളത്തിലൊന്ന് ഇളക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വലത് കൈ കൊണ്ട് കുറച്ച് ജലമെടുത്ത് അതേ പാത്രത്തിലേക്ക് 3 പ്രാവശ്യം ഒഴിക്കുക. 3 പ്രാവശ്യം ഒഴിക്കുക. അപ്പോൾ അതിനെ ആപ്യായിച്ച് പ്രോക്ഷിക്കുക എന്ന് പറയും. ജലം തീർത്ഥമായി എന്ന് സങ്കല്പിച്ച് വലത് കൈ ജലമെടുത്ത് സ്വന്തം ശരീരത്തിൽ തളിക്കുക. ശരീരത്തിലും തലയിലൊക്കെ തളിച്ച് നാക്കിലെ വെച്ച സ്ഥലത്ത് തളിക്കുക. നാക്കിലെ പൊന്തിച്ചതിന്റെ അടിയിലൊക്കെ ജലം തളിച്ച് നാക്കിലയുടെ അകത്ത് തളിച്ച് മുകള ദ്രവ്യങ്ങളിലൊക്കെ തളിച്ച് നമ്മുടെ പരിസരത്തൊക്കെ തളിച്ച് നമ്മളിരിക്കുന്ന സ്ഥലവും പരിസരമൊക്കെ ഈ പുണ്യാഹം തളിച്ച് ശുദ്ധമായി എന്ന് സങ്കല്പിച്ച് ഇനി അടുത്തത് ആ കെട്ടില്ലാത്ത ദർഭകൾ എടുക്കുക. കെട്ടില്ലാത്ത എല്ലാ ദർഭകളും എടുക്കുക, മുഴുവൻ എടുക്കുക. അത് പീഠസങ്കല്പം ചെയ്യുക. പിതൃ ചൈതന്യത്തെ ആവാഹിക്കാനുള്ള പീഠസങ്കല്പം ചെയ്ത് ഇലയിൽ നാക്കിലയിൽ വിരിച്ചു വെക്കുക. നാക്കിലയിൽ വിരിച്ചു വെച്ച് ഒരു പുഷ്പം അവിടെ സമർപ്പിക്കുക. പിതൃചൈതന്യത്തെ ആവാഹിക്കാനുള്ള പീഠമാണ് സങ്കല്പിച്ച് പുഷ്പം സമർപ്പിച്ചു വെച്ചു. അതിനുശേഷം ഒന്ന് കൈ നനച്ച് നമ്മളെ ആ കെട്ടിയ പുല്ല് എടുക്കുക. കെട്ടിയ പുല്ല് എടുക്കുക. അതിൻ്റെ കൂടെ ആ ഇലയിലുള്ള എള്ള്, പൂവ്, ചന്ദനം, അരി എന്നിവ കൂട്ടിയെടുക്കുക. എല്ലാം കൂട്ടിയെടുത്ത് വലത് കൈയിൽ കൂട്ടിപ്പിടിച്ച് ആ കെട്ടുള്ള പുല്ലിന്റെ കെട്ട് മുകളിൽ വരത്തക്കണം. അതാ ഇങ്ങനെ ഈ മുഷ്ടി ഇങ്ങനെ പിടിക്കുക. വലത് കൈയിൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇടത് കൈ കൊണ്ട് അതിനെ ചേർത്ത് പിടിച്ച് കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും വംശപരമ്പരയിലുള്ള മുഴുവൻ പിതൃചൈതന്യത്തെയും വിഷ്ണുപാദത്തിൽ നിന്നും ഈ സന്നിധിയിലേക്ക് ഞാൻ ആവാഹിക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ച് ഏറ്റുപറയുക. വസുരുദ്ര ആദിത്യ സ്വരൂപാൻ അസ്മത് ഉഭയവംശ പിതൃൻ ആവാഹയാമി സ്ഥാപയാമി. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഇലയിൽ വെക്കുക. ആ പീഠത്തിന്റെ മുകളിലേക്ക് സമർപ്പിച്ചു വെക്കുക. മുഴുവൻ അരിയൊക്കെ അവിടെ കയ്യിലുള്ളൊക്കെ മുഴുവൻ അവിടെ കുടഞ്ഞിട്ട് കയ്യൊന്ന് നനച്ച് അപ്പം പിതൃചൈതന്യത്തെ ആവാഹിച്ചു വെച്ചു. അപ്പൊ ഒരാളെ വിളിച്ചു വരുത്തിയാൽ അയാൾക്ക് ഉപചാരങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മൾ കയ്യിൽ കുറച്ച് ജലമെടുത്ത് 3 പ്രാവശ്യം ജലം സമർപ്പിക്കണം. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. ഇനി ചന്ദനം തൊട്ട് ജലം സമർപ്പിക്കുക 3 പ്രാവശ്യം. ഗന്ധം സമർപ്പയാമി, ഗന്ധം സമർപ്പയാമി, ഗന്ധം സമർപ്പയാമി. ഒരു ജലം സമർപ്പിക്കുക. ജലം സമർപ്പയാമി. ഇനി പുഷ്പമെടുത്ത് 3 പ്രാവശ്യം സമർപ്പിക്കുക. പുഷ്പം സമർപ്പയാമി, പുഷ്പം സമർപ്പയാമി, പുഷ്പം സമർപ്പയാമി. 3 പ്രാവശ്യം ജലം സമർപ്പിക്കുക. വീണ്ടും ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. ഒന്ന് കൈ നനച്ച് ഇപ്പൊ നമ്മള് ആ പിതൃചൈതന്യത്തിന് നമ്മളെ ഉപചാരങ്ങൾ ചെയ്തു. ഇനി ഭക്ഷണം നൽകുക. അതിനുവേണ്ടി നമ്മൾ ആ അരി എള്ള് ചേർത്ത് കുഴച്ച് എടുക്കുക. വലത് കൈയിലേക്ക് മുഴുവൻ എടുക്കാം. എള്ള് ചേർത്ത് ആ അരിയിൽ ചേർത്ത് അത് ഇങ്ങനെ ഉരുളിയാക്കി എടുത്ത് അത് നമ്മളെ വലത് കൈയിലെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇടത് കൈ കൊണ്ട് അതിനെ ചേർത്ത് പിടിച്ച്
നമ്മള് നേരത്തെ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുക. എൻ്റെ മാതൃവംശ പരമ്പരയെയും പിതൃവംശ പരമ്പരയിലെയും മുഴുവൻ പിതൃ ചൈതന്യത്തിനും വേണ്ടി ഞാൻ ബലിതർപ്പണം ചെയ്യുന്നു എന്ന് സങ്കല്പിച്ച് ഏറ്റുപറയുക. മാതൃവംശേ മൃതായേച പിതൃവംശേ തഥൈവ ച ഗുരു ശുശുര ബന്ധൂനാം യേ ചാന്യേ ബാന്ധവാ മൃതാ തിലോദകം ച പിണ്ഡം ച പിതൃണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാഹം പ്രാർത്ഥയാമി പ്രസീദമേ. അവിടെ നേരത്തെ ചെയ്തപോലെ 3 പ്രാവശ്യം ജലം സമർപ്പിക്കുക. ജലമെടുത്ത് ജലം ഗന്ധം സമർപ്പയാമി, ഗന്ധം സമർപ്പയാമി, ഗന്ധം സമർപ്പയാമി. ഒരു ജലം സമർപ്പിക്കുക. ജലാമി. വീണ്ടും 3 പ്രാവശ്യം ജലം. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. ഒരു കയ്യിലെടുത്ത് വളരെ എന്റെ ഉള്ളം കയ്യിലിട്ട് ഇടത് കയ്യിൽ ഇങ്ങനെ 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 പിടിക്കാൻ പറ്റും. ഇങ്ങനെ എന്നിട്ട് ചൂണ്ടുവിരൽ കൂടെ പിണ്ടത്തിന്റെ മുകളിലേക്ക് ജലം സമർപ്പിക്കുക. തിലോദകം സമർപ്പയാമി, തിലോദകം സമർപ്പയാമി, തിലോദകം സമർപ്പയാമി, തിലോദകം സമർപ്പയാമി. 9 പ്രാവശ്യം തിലോദകം സമർപ്പിച്ചു. ജലപാത്രം താഴെ വെക്കുക. അപ്പൊ ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. വായിച്ചു വെച്ചു. അതിനു വേണ്ട ഉപചാരങ്ങൾ ചെയ്ത് അതിന് ഈ കവ്യം സമർപ്പിച്ചു. ഇനി വലതുഭാഗത്തുള്ള ഇലയിന്ന് ഒരു പുഷ്പമെടുത്ത് സാവധാനം എഴുന്നേറ്റ് നേരെ പുറകോട്ട് തിരിഞ്ഞിക്കുക. വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് സാവധാനം എഴുന്നേൽക്കുക. ആ പുഷ്പം 2 കൈ കൊണ്ട് അവിടെ ഒന്ന് മുട്ടുകൂത്തി നമസ്കരിക്കുക. അതിനുശേഷം നമ്മള് ഇലയിൽ ആവാഹിച്ചു വെച്ച കെട്ടുള്ള ഗർഭം തൊട്ട് തൊടുക. എടുക്കണ്ട, അവിടെ തൊട്ട് വലുതയോട് തൊട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് സമ്പൽ സമൃദ്ധി, ആയുരാരോഗ്യം, സന്താനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ നമുക്ക് ആവശ്യം, ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരാൻ നമ്മുടെ പിതൃചൈതന്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ വിഷ്ണുപാദത്തിലേക്ക് ലയിപ്പിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം പവിത്രം ഒരു കെട്ടഴിച്ചു കളയുക. ഇനി ചീന്തലയിലേക്ക് മറ്റേ ഇല എടുത്തു വെക്കുക. നമ്മൾ ബലിതർപ്പണം ചെയ്ത ഇല ചീന്തലയിലേക്ക് എടുത്തു വെച്ചിട്ട് ചീന്തല അടിയിൽ വന്ന് ജലപാത്രം കമഴ്ത്തി വെക്കണം. ജലപാത്രം കമഴ്ത്തി വെക്കുക. അപ്പൊ ആ 2 ഇലയും കൂടി ഒന്നിച്ച് കൈകൊണ്ടെടുത്ത് പുറത്തു പോകാത്ത തരത്തിൽ എടുത്ത് എഴുന്നേറ്റ് തലയ്ക്ക് മുകളിൽ പിടിച്ച് നാരായണായ ജപിച്ച് ജലത്തിലേക്ക് വരുണ ഭഗവാന് സമർപ്പിക്കുക. അപ്പം കുളി കഴിഞ്ഞ് ആചാര്യ ദക്ഷിണ ചെയ്ത് പ്രസാദം സ്വീകരിക്കാം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ.
പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 3-ാം തീയതി ഇന്ന് കാലത്ത് മുതൽ ഇവിടെ ബലിതർപ്പണം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കിഴക്കേ കോട്ടപ്പുഴയും പടിഞ്ഞാറ് അറബിക്കടലും സംഗമിക്കുന്ന സംഗമ ഭൂമിയുടെ മണൽത്തിട്ടയിലാണ് ഈ ബലിതർപ്പണം നടക്കുന്നത്. സംഗമ ഭൂമിയുടെ മണൽത്തിട്ടയിൽ ബലിതർപ്പണം നടത്തുക എന്നുള്ളത് പൂർവികമായി വിശ്വസിക്കുന്ന ഒരു പ്രമാണത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ നടന്ന കർമ്മങ്ങൾ വളരെ നന്നായ കർമ്മങ്ങൾ നടന്നു എന്ന് ഈ ബലിതർപ്പണത്തിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ സുരക്ഷ, റെഡ് ക്രോസിന്റെ സുരക്ഷ, ഫയർഫോഴ്സിന്റെ സുരക്ഷ, നമ്മുടെ പോലീസിന്റെ സുരക്ഷ, കോസ്റ്റൽ പോലീസിന്റെ സുരക്ഷ, അങ്ങനെ സുരക്ഷ എന്ന് പറയുന്നത് ഒരു തൃപ്തികരമായ സുരക്ഷ പുറങ്കര ക്ഷേത്ര കമ്മിറ്റി ഇത്തവണ ഒരുക്കിയിരിക്കുകയാണ്. ഇത്തവണ അല്പം ആളുകൾ കുറവുണ്ട്. അതിപ്പോൾ അറിഞ്ഞിടത്തോളം എല്ലാ ക്ഷേത്രങ്ങളിലും മൊത്തത്തിൽ ആളുകൾ കുറവുണ്ടായി, പ്രകൃതിക്ഷോഭവും മറ്റു കാരണങ്ങൾ കൊണ്ട് ആളുകൾ കുറവുണ്ടായെന്ന് അറിയാൻ സാധിച്ചത്. ഏതായാലും വളരെ ഭംഗിയായിട്ട് ഇത് നടന്നിട്ടുണ്ട്. മേലിലും ഇത്തരത്തിലുള്ള പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.